നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വൻമാറ്റം വരികയാണ്. പഞ്ചായത്തുകളുടെ ഡിജിറ്റൽ സേവനങ്ങൾ ഇനി കെ-സ്മാർട്ടിലേക്ക് മാറുകയാണ്. എന്നാൽ ഈ മാറ്റത്തിന് മുന്നോടിയായിട്ട് ഏപ്രിൽ 1 മുതൽ 10 വരെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകില്ല. പുതിയ സംവിധാനം നിലവിൽ വരുന്നതിന് മുൻപ് ILGMS പോർട്ടലിൽ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതെന്തൊക്കെ കാര്യങ്ങളെ ബാധിക്കും? പരിഹാരം എന്തൊക്കെയാണ്? എല്ലാം ഈ വീഡിയോയിൽ അറിയാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. കേരളത്തിലെ പഞ്ചായത്തുകളിലെ വിവിധ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് കെ-സ്മാർട്ട് എന്ന പുതിയ പോർട്ടൽ കൊണ്ടുവരികയാണ്. കൂടുതൽ വേഗതയും കാര്യക്ഷമതയും, മെച്ചപ്പെട്ട സേവനാനുഭവം, അധിക ചാർജുകളില്ല, കൂടുതൽ സൗകര്യങ്ങൾ എന്നിവ ഇതിലൂടെ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ 1 മുതൽ 10 വരെ ജനന മരണം, വിവാഹ സർട്ടിഫിക്കറ്റുകൾ, വ്യാപാര ലൈസൻസുകൾ, മറ്റ് സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ, സേവനങ്ങൾ എന്നിവ ഓൺലൈൻ വഴി ലഭ്യമാക്കാൻ സാധിക്കില്ല. പുതിയ അപേക്ഷകൾ ഏപ്രിൽ 11 മുതൽ കെ-സ്മാർട്ട് പോർട്ടലിൽ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പഞ്ചായത്ത് ഓഫീസുകളിൽ നേരിട്ട് ചെന്നുമുള്ള സേവനങ്ങൾ ഈ കാലയളവിൽ സാധ്യമാകും. അതിനാൽ താൽക്കാലികമായിട്ട് നേരിട്ടുള്ള അപേക്ഷകൾ നൽകാനാകുമെന്ന് ശ്രദ്ധിക്കുക. താൽക്കാലികമായിട്ട് സേവനം ആവശ്യമെങ്കിൽ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പഞ്ചായത്ത് സേവനങ്ങൾ കൂടുതൽ വേഗം, കൂടുതൽ സുതാര്യമായിട്ട് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചായത്ത് ഓഫീസുകളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്കും ഓൺലൈൻ സേവനങ്ങൾ ആശ്രയിക്കുന്നവർക്കും ഇത് വലിയൊരു മാറ്റമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, ജനന സർട്ടിഫിക്കറ്റിലെ പേരുമാറ്റം വലിയൊരു തലവേദനയായിരുന്നു. സ്കൂൾ രേഖകളിൽ മാറ്റം വരുത്തിയാലേ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ കേരള സർക്കാർ ഇതിനൊരു ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ഇനി നേരിട്ട് ജനന സർട്ടിഫിക്കറ്റ് തിരുത്താം. ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ സ്കൂൾ രേഖകളിൽ മാറ്റം വരുത്തുക, ഗസറ്റ് വിജ്ഞാപന പ്രകാരം പുതിയ പേര് അംഗീകരിക്കുക, ഇതിനുശേഷം മാത്രമേ ജനന സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇനി സ്കൂൾ രേഖകൾ തിരുത്താതെ തന്നെ ഗസറ്റ് വിജ്ഞാപനം നടത്തിയാൽ മതി. അതിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാം. വർഷങ്ങളായി നിലനിന്നിരുന്ന സങ്കീർണതയ്ക്കാണ് പരിഹാരം കണ്ടിരിക്കുന്നതെന്നും ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ കൂടുതൽ ലളിതമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ തീരുമാനത്തെക്കുറിച്ച് മന്ത്രി MP രാജേഷ് പറഞ്ഞത്. ഈ തീരുമാനം ജനന സർട്ടിഫിക്കറ്റിലെ പ്രക്രിയ ലളിതമാക്കും, സമയമുടക്കം കുറയ്ക്കുകയും അനാവശ്യ പ്രക്രിയകൾ ഒഴിവാക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്കും ജനന സർട്ടിഫിക്കറ്റിലെ പേര് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും. ഈ പുതിയ നിയമം ഉപകാരപ്രദമാണെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വാർത്തകളും അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.